ഈ കഥ 17-ാം നൂറ്റാണ്ടിൽ ഉത്തര ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിൽ തുടങ്ങുന്നു. ചക്രവർത്തി ജഹാൻഗീറിന്റെ മകനായ യുവരാജകുമാരൻ ഖുറം അർജുമന്ദ് ഭാനുവിനെ കണ്ടപ്പോൾ അവന്റെ ജീവിതം വഴിമാറി. സുന്ദരിയായിരുന്നു അവൾ. പക്ഷേ അവന്റെ മനസ്സിനെ കീഴടക്കിയത് അവളുടെ ശാന്തതയും മനസ്സിന്റെ നന്മയും. ദരിദ്രരെ സഹായിക്കാൻ ഏറെ ഇഷ്ടമുള്ളവൾ. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവരിരുവരും പ്രണയത്തിലായി. അങ്ങനെ 1612 അവർ വിവാഹിതരായി. വിവാഹത്തിന് ശേഷം അവൾക്ക് നൽകിയ പേരാണ് മുംതാസ് മഹൽ. അതിനർത്ഥം അരമനയുടെ അമൂല്യ രത്നമെന്നാണ്. പിന്നീട് ഖുറം സിംഹാസനമേറ്റപ്പോൾ അവന് നൽകിയ പേരാണ് ഷാജഹാൻ. ഷാഹ് എന്നാൽ രാജാവ്, ജഹാൻ എന്നാൽ ലോകം. അങ്ങനെ അവൻ ലോകത്തിന്റെ രാജാവായി. പക്ഷേ അവന്റെ ലോകമോ മുംതാസ്. മുംതാസ് ശാന്തമായി സംസാരിക്കുന്നവളും ഭർത്താവിനെ ഏറെ ബഹുമാനിക്കുന്നവളുമായിരുന്നു. രാജകാര്യങ്ങളിൽ പോലും അവൾ ഷാജഹാനോട് അഭിപ്രായം പറയും. യുദ്ധയാത്രകളിലും അവൻ അവളെ ഒപ്പം കൂട്ടി. അവൾക്ക് സമ്പത്തിനേക്കാൾ ബന്ധങ്ങൾ വിലപ്പെട്ടവ. അവരിരുവർക്കുമായി 14 മക്കൾ ജനിച്ചു. ഓരോ പ്രസവവും അവളെ ക്ഷീണിപ്പിച്ചു. എന്നാൽ അവളോടുള്ള അവന്റെ പ്രണയത്തിന് അതിരുകളില്ലായിരുന്നു. 1631 വേദനയുടെ വർഷം. ബുർഹാൻപൂരിൽ അവർക്ക് 14ാമത്തെ കുഞ്ഞ് ജനിച്ചു. മുംതാസിന് ഗുരുതര രക്തസ്രാവമുണ്ടായി. ചികിത്സ പര്യാപ്തമായിരുന്നില്ല. വേദനയിൽ മുംതാസ് ഷാജഹാന്റെ കൈ പിടിച്ചു. എന്നിട്ടവൾ ശാന്തമായി അവളുടെ കണ്ണുകൾ എന്നേക്കുമായി അടച്ചു. ആ നിമിഷം ഷാജഹാൻ എന്ന രാജാവ് തകർന്നു. അവൻ ദിവസങ്ങളോളം മൗനമായി. അവന്റെ ഉള്ളിൽ അഗാധമായൊരു ശൂന്യത കടന്നുകൂടി. മുംതാസ് മരിച്ചതിന് ശേഷം ഷാജഹാന് രാജാവായി ഇരിക്കാൻ സാധിച്ചിരുന്നില്ല. അവനൊരു തകർന്ന ഭർത്താവായി ജീവിച്ചു. അവളുടെ ശബ്ദമില്ലാത്ത അരമന അവന് ശൂന്യമായി തോന്നി. അവൾ നടക്കാത്ത നടപ്പുരകൾ അവന് തണുത്തുറഞ്ഞ മഞ്ഞുകട്ടകൾക്ക് സമമായി. രാത്രികളിൽ അവൻ ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. അവളുടെ ഓർമ്മകൾ മാത്രം അവന് കൂട്ടായി നിന്നു. അവളെ മറക്കാൻ അവനാൽ കഴിയുമായിരുന്നില്ല. അവളുടെ സ്നേഹം കാലം മായ്ക്കരുതെന്ന് അവൻ തീരുമാനിച്ചു. മുംതാസിനെ ആദ്യം ബുർഹാൻപൂരിൽ അടക്കം ചെയ്തു. പിന്നീട് അവളുടെ ശരീരം ആഗ്രയിലേക്ക് കൊണ്ടുവന്നു. ആഗ്ര മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിൽ ഒന്നായിരുന്നു. യമുന നദിയുടെ കരയിൽ ശാന്തവും വിശാലവുമായ സ്ഥലം. അവൻ ആ നദിക്കര തന്നെ അവൾക്കായി തെരഞ്ഞെടുത്തു. അങ്ങനെ 1632 താജ്മഹലിന്റെ പണി തുടങ്ങി. അത് വെറും ഒരു കെട്ടിടം നിർമ്മാണം മാത്രമായിരുന്നില്ല. ഒരു മനുഷ്യൻ തന്റെ വേദന കല്ലിൽ കൊത്തി തുടങ്ങിയതായിരുന്നു. രാജസ്ഥാനിലെ മഖരാനയിൽ നിന്നുള്ള വെളുത്ത കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. ആയിരങ്ങൾ പണിപ്പെട്ടു. ശില്പികൾ കൊത്തിയ ഓരോ പുഷ്പവും അവളുടെ ഓർമ്മകളായിരുന്നു. കല്ലിൽ കൊത്തിയ ഓരോ വാക്കുകളും ഖുറാനിലെ വചനങ്ങളായിരുന്നു. നിശബ്ദതയിലൂടെയുള്ള ഒരു പ്രാർത്ഥന. നീണ്ട 22 വർഷങ്ങൾ. 1653 താജ്മഹലിന്റെ പണി പൂർത്തിയായി. അത് വെറുമൊരു ഖബറല്ലായിരുന്നു, ഒരു ഭർത്താവിന്റെ ഹൃദയമായിരുന്നു. തന്റെ ജീവന്റെ പാതി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. കാലം കടന്നു. ഷാജഹാന് വയസ്സായി. അവൻ അസുഖബാധിതനായി. അവന്റെ മക്കൾ സിംഹാസനത്തിനായി തമ്മിൽ പോരാടി. ദാരാ ഷിക്കോ, ഔറംഗസേബ്, മുറാദ്, ഷുജ. ഇത് സ്നേഹത്തിന്റെ യുദ്ധമായിരുന്നില്ല, അധികാരത്തിന്റെ യുദ്ധം. അങ്ങനെ 1658 ഔറംഗസേബ് സിംഹാസനം പിടിച്ചെടുത്തു. ദാരാ ഷിഹോ ഷാജഹാന്റെ മൂത്ത മകനായിരുന്നു. ഷാജഹാൻ അവനെ ഏറെ സ്നേഹിച്ചിരുന്നു. അവനെ തന്നെ തന്റെ പിൻഗാമിയാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇതുതന്നെയാണ് ഔറംഗസേബിനെ ഭയപ്പെടുത്തിയത്.
അച്ഛൻ ധാരയെ രാജാവാക്കുമോ എന്ന് അവന് തോന്നി. ഔറംഗസേബ് അതുകൊണ്ട് തന്റെ അച്ഛനെ ആഗ്ര കോട്ടയിൽ തടവിലാക്കി. അതൊരു ഇരുണ്ട മുറിയായിരുന്നു. പക്ഷേ ഒരു ജനലുണ്ടായിരുന്നു. ആ ജനലിലൂടെ യമുനാ നദിക്കപ്പുറം താജ്മഹൽ കാണാമായിരുന്നു. അങ്ങനെ ഒരു കാലത്ത് ലോകത്തിന്റെ രാജാവായിരുന്ന ഷാജഹാൻ അവസാനം ഒരു ജനലിലൂടെ തന്റെ സ്നേഹത്തിന്റെ കബറിനെ നോക്കി ജീവിച്ചു. പ്രതിദിനം അവന്റെ ശരീരം ക്ഷീണിച്ചു. പക്ഷേ അവളുടെ ഓർമ്മകൾ മാത്രം ക്ഷീണിച്ചില്ല. അങ്ങനെ 1666 ഏകദേശം 8 വർഷത്തെ തടവിന് ശേഷം ഷാജഹാൻ മരിച്ചു. അവന്റെ ശരീരം താജ്മഹലിലേക്ക് കൊണ്ടുപോയി. മുംതാസ് മഹലിന്റെ അരികിൽ അവനെ സംസ്കരിച്ചു. ഇന്ന് താജ്മഹലിന്റെ ഉള്ളിൽ 2 കബറുകൾ, ഒന്ന് സ്നേഹത്തിന്റെ, മറ്റൊന്ന് കാത്തിരിപ്പിന്റെ. ഷാജഹാൻ സിംഹാസനം നഷ്ടപ്പെടുത്തി. അവന്റെ അധികാരം നഷ്ടപ്പെട്ടു. പക്ഷേ അവൻ തോറ്റില്ല. കാരണം അവന്റെ സ്നേഹം ഇന്നും നിലനിൽക്കുന്നു. അധികാരം കാലം പിടിച്ചെടുത്തേക്കാം, പക്ഷേ സ്നേഹം കാലത്തെയും തോൽപ്പിക്കും. നന്ദി.